പേര് മീനി ജോസ്. ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപത കുറ്റുപുഴ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ കുവൈറ്റിലൊരു നേഴ്സായിട്ട് മിനിസ്ട്രിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. 2022 ഓഗസ്റ്റിലാണ് ഞാൻ ആദ്യമായിട്ട് ഓൺലൈനിൽ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഒരു കൊളീഗ് വഴിയായിരുന്നു ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും ഉടമ്പടി എടുക്കുന്നതും. എല്ലാവരെയും പോലെ തന്നെ എനിക്കും എൻ്റെ ഫാമിലിയുടെ ഒപ്പം പുറത്ത് വിദേശത്ത് എവിടെയെങ്കിലും പോയി ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ഓൺലൈനിൽ OET പഠിക്കാൻ വേണ്ടി. എൻ്റെ ഫസ്റ്റ് നിയോഗം OET പഠിക്കാൻ വേണ്ടിയായിരുന്നു. അതിനുശേഷം ഓഗസ്റ്റിൽ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. ഒക്ടോബറിൽ ഞാൻ ഇവിടെ വന്നു തീർത്ഥാടന ഉടമ്പടി എടുത്തു. അപ്പോൾ ഞാൻ OET ഞാൻ നിയോഗമായിട്ട് വെച്ചിരുന്നു. ഞാൻ 2 മൊഡ്യൂളെ ഞാൻ പാസ്സായുള്ളൂ. പിന്നെ ഞാനത് വിട്ടു, ഞാൻ ഉപേക്ഷിച്ചു. എന്നുവെച്ചാൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് എൻ്റെ ഫാമിലിയുടെ ഒപ്പം എവിടെയെങ്കിലും ഒരുമിച്ച് ജീവിക്കണമെന്ന്. ഞാൻ കുവൈറ്റിലും ഫാമിലി ഇവിടെ നാട്ടിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. ഒരു കുഞ്ഞുണ്ട്, 4 വയസ്സുള്ള കുഞ്ഞുണ്ടായിരുന്നു. ഞാൻ നിയോഗം വെച്ചതിലുപരി ഞാൻ നിയോഗം വയ്ക്കാത്ത കാര്യങ്ങളാണ് മാതാവ് എനിക്ക് നടത്തി തന്നത്. എനിക്കൊരു 25 ഇയേഴ്സ്, മോർ ദാൻ 25 ഇയേഴ്സ് എനിക്ക് തലവേദന ഉണ്ടായിരുന്നു. മൈഗ്രെയിൻ അല്ല, പക്ഷെ ഞാൻ കഴിക്കാത്ത മരുന്നുകളില്ല. ഹോമിയോ, ആയുർവേദം, ഇംഗ്ലീഷ് എല്ലാം കഴിക്കുമായിരുന്നു. പക്ഷേ തലവേദനയ്ക്കൊരു കുറവുണ്ടായിരുന്നില്ല. തലവേദന എപ്പോഴും വീക്കിലി വരും. വന്നാൽ തന്നെ ഒരു 2 to 3 ടാബ്ലറ്റ്സ് എനിക്ക് കഴിക്കേണ്ടി വരും. ലൈറ്റ് കാണാനോ ഫുഡ് കഴിക്കാനോ സൗണ്ടോ ഒന്നും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. 10 ഇയേഴ്സ് ബാക്ക് ഞാനൊരു റിട്രീറ്റ് കൂടിയായിരുന്നു. ആ സമയത്ത് എൻ്റെ ഒരു ഹാഫ് തലവേദന മാറി. എന്നാലും പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ തലവേദന പൂർണ്ണമായിട്ടും മാറി. ഇൻ കേസ് എനിക്ക് വന്നാൽ തന്നെ ഞാൻ ഉടമ്പടി തൈല് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ നെറ്റത്ത് വരിക്കും. എനിക്ക് പെട്ടെന്ന് എനിക്കറിയില്ല, എനിക്ക് പെട്ടെന്ന് എൻ്റെ തലവേദന മാറിക്കിട്ടുമെന്ന്. അതാണ് എനിക്ക് ആദ്യമായിട്ട് ഉടമ്പടിയിലൂടെ എനിക്ക് കിട്ടിയത്. ഞാൻ ഉടമ്പടിയിൽ വെച്ച നിയോഗം അല്ല അത്. എൻ്റെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നില്ല. OET ഞാൻ വെച്ചായിരുന്നു, പക്ഷേ ഈ നിയോഗം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് എനിക്ക് ആദ്യമായിട്ട് മാതാവ് തന്ന ഒരു അനുഗ്രഹം. പിന്നീട് ഡെലിവറിക്ക് ശേഷം എനിക്ക് യൂറിൻ ഹോൾഡ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അതൊരു വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു 3 കൊല്ലം എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഈ നിയോഗം എനിക്ക് മാതാവ് നടത്തി തന്നു. എനിക്കിപ്പോൾ യാതൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ എൻ്റെ ഫസ്റ്റ് ഉടമ്പടി ഞാൻ പുതുക്കുന്നതിന് മുന്നേ ഒരാഴ്ചയ്ക്ക് മുന്നേ എൻ്റെ ഡാഡി പ്രോസ്റ്റേറ്റ് പ്രോബ്ലമായിട്ട് ഇൻഫെക്ഷൻ കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടിയിൽ ഞാൻ ഫസ്റ്റ് നിയോഗമായിട്ട് ഞാനത് വെച്ചായിരുന്നു. ഡോക്ടർ പറഞ്ഞായിരുന്നു സർജറി വേണം, ഇൻഫെക്ഷൻ കൂടിയിരിക്കുകയാണ്, ആൻറ്റിബയോട്ടിക് കഴിച്ച് പിന്നീട് ഫോളോ അപ്പിന് വരുമ്പോൾ സർജറി ചെയ്യാന്നുള്ള രീതിയിൽ. ആ നിയോഗം ഞാൻ ഫസ്റ്റ് നിയോഗമായിട്ട് അത് വെച്ചായിരുന്നു. ഡാഡിയുടെ ഈ പ്രോസ്റ്റേറ്റിൻ്റെ പ്രോബ്ലം 10 ഡേയ്സ് മരുന്ന് കഴിച്ചു. ഫോളോ അപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ലാം ഓക്കെ ആയി, നോർമലായി, ഒരു 1 മന്ത് ടാബ്ലറ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ അത് 2023 ഏപ്രിലായിരുന്നു. അതിനുശേഷം ഇതുവരെയും ഡാഡിക്ക് ഒരു പ്രോബ്ലം പിന്നീട് വന്നിട്ടില്ല, സർജറിയും ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലം മൂലം കാൽ ജോയിൻസ് ഒത്തിരി വേദനയും എപ്പോഴും വരുമായിരുന്നു. എല്ലാ മന്തും വരുമായിരുന്നു. വന്നാൽ തന്നെ 2 ദിവസമൊക്കെ കട്ടിൽ തന്നെയായിരിക്കും, കിടക്കാനോ നടക്കാനൊന്നും നടക്കാൻ പറ്റുമായിരുന്നില്ല. ഒരു ദിവസം ഇങ്ങനെ ഒത്തിരി വേദന കൂടി നടക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ സ്വെല്ലിംഗ് ഒക്കെ ആയി. ഞാനപ്പോൾ ഈ ഉടമ്പടി തൈലം പരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം അതൊരു 1 ഇയർ ആയി. അതിനുശേഷം ഇതുവരെയായിട്ടും ആ യൂറിക് ആസിഡ് ലെവൽ കൂടും, പക്ഷേ യൂറിക് ആസിഡിൻ്റെ വേദന ഇതുവരെയായിട്ടും കാലിലൊന്നും വന്നിട്ടില്ല. പിന്നെ 2023 ജൂൺ ലാസ്റ്റ് മന്ത് ഉടമ്പടി ലൈവിൻ്റെ ദിവസം ചൊവ്വാഴ്ച ഞാൻ കുവൈറ്റിലായിരുന്നു, ഹസ്ബൻഡ് നാട്ടിലാണ്. ആ സമയത്ത് എന്നോട് പറഞ്ഞു എനിക്ക് ഹസ്ബൻഡിന് കിഡ്നി സ്റ്റോണിൻ്റെ പ്രോബ്ലം ഉണ്ട്, എനിക്ക് കിഡ്നി സ്റ്റോണിൻ്റെ ഭയങ്കര പ്രോബ്ലമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ ലൈവിൽ ഞാനിത് പ്രാർത്ഥിക്കാം, പോയിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ ലൈവിൽ ഞാൻ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന 2 മണിക്കൂർ പ്രെയർ കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഡോക്ടറെ ഡോക്ടർ റൂമിലോട്ട് കയറുന്നതിന് മുന്നേ തന്നെ ജസ്റ്റ് ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ബാത്റൂമിൽ പോയപ്പോൾ യൂറിൻ്റെ ഒപ്പം തന്നെ ഈ സ്റ്റോണും തെറിച്ച് വീണു. അതിനുശേഷം കിഡ്നി സ്റ്റോണിൻ്റെ പ്രോബ്ലം ഇതുവരെയായിട്ട് വന്നിട്ടില്ല. 2023 ജൂൺ മാസമായിരുന്നത്. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഫാമിലിയോടൊപ്പം താമസിക്കുക എന്നുള്ളത്. അങ്ങനെ ഞാൻ ഈ കൊല്ലം 2023 ഞാൻ റിസൈൻ കൊടുത്തു, കുവൈറ്റിൽ നിന്ന് തിരിച്ച് നാട്ടിലൊന്ന് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ കൊടുക്കുന്നതിന് മുന്നേ ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് ഒക്ടോബർ 28 ജപമാല റാലിക്കും പങ്കെടുക്കണം, ഒക്ടോബർ 21 കൊച്ചിൻ്റെ ബർത്ത്ഡേക്കും ആഘോഷിക്കണം നാട്ടിൽ വന്ന്. ഇതുവരെ എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ ഒപ്പം ആഘോഷിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല, ലീവ് എനിക്ക് കിട്ടുമായിരുന്നില്ല.
അപ്പോൾ ഞാൻ ഈ 2 നിയോഗം വെച്ചിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പേപ്പർ റിസൈൻ കൊടുത്തത്. ഒത്തിരി മിനിസ്റ്റർ ആയതുകൊണ്ട് ഒത്തിരി ഫോർമാലിറ്റീസ് ഉണ്ട്, തീരുമില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പോകുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഉപ്പും എല്ലാം കയ്യിൽ വെച്ചിട്ടുണ്ടാവും. എങ്ങനെയെന്ന് എനിക്കറിയില്ല, കറക്റ്റ് പെട്ടെന്ന് എല്ലാ ഫോർമാലിറ്റീസും തീരുന്നത്. ബാക്കി ആർക്കും ഈ 24 hours റിസിഗ്നേഷൻ കൊടുത്ത ആർക്കും തീർന്നിട്ടില്ലെങ്കിൽ എൻ്റെ എങ്ങനെയോ പെട്ടെന്ന് തീർന്ന് കറക്റ്റ് 21st എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ. അന്ന് രാവിലെ ഏർലി മോർണിംഗ് ഞാനിവിടെ നാട്ടിലെത്തി. എൻ്റെ എല്ലാ പേപ്പർ വർക്കും കഴിഞ്ഞു. ഒരു പേപ്പർ വർക്ക് പോലും എനിക്ക് പെൻഡിങ് വെക്കേണ്ടി വന്നില്ല. എല്ലാം തീർത്ത് എനിക്കിവിടെ വന്ന് എൻ്റെ ഫാമിലിയോടൊപ്പം എനിക്ക് 28-ാം തീയതി ജപമാല റാലിക്ക് എനിക്ക് പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. ഹസ്ബൻഡ് ഒത്തിരി അത്രയും ദൂരം നടക്കാൻ പറ്റുമൊന്നുമില്ല, കുറച്ച് വണ്ണമൊക്കെ ഉള്ളൊരു ഇതാണ്. അപ്പം പക്ഷേ ഹസ്ബൻഡും എൻ്റെ കുഞ്ഞും ഞങ്ങളും ഫാമിലി മൊത്തത്തിൽ ജപമാല റാലിക്ക് ഞങ്ങൾക്ക് മൊത്തത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. അതിനൊരു നന്ദി. പിന്നെ ഈ ഡിസംബറിൽ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്തായിരുന്നു. അത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മാതാവിനോട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയത്. എനിക്ക് കുറച്ച് പേടിയുള്ള കൂട്ടത്തിലായിരുന്നു വലിയ വണ്ടികളൊക്കെ. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ അതേ ടെസ്റ്റിന് പോവുകയാണ്, എൻ്റെ കൂടെ വരണം, എനിക്ക് ഒരു പ്രാവശ്യം എഴുതാനുള്ള ചാൻസ് മതി, ഇനി 2ാമത്തെ പ്രശ്നം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എവിടെ പോയാലും കാശ് രൂപം ഉപ്പും എപ്പോഴും ഞാൻ കൈ പിടിക്കുമായിരുന്നു. കാശ് രൂപം എൻ്റെ കഴുത്തിൽ തന്നെ ഉണ്ടാവും, ഉപ്പ് ഞാൻ എപ്പോഴും പോകും. ഏത് ഓഫീസിന് മുമ്പിൽ എവിടെ പോയാലും ഞാൻ ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ച ശേഷമാണ് ഞാൻ കയറാറുള്ളൂ. പിന്നെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്ന അന്ന് സീറ്റിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടായിരുന്നു. മാതാവിനോട് രാവിലെ ഞാൻ പറഞ്ഞു, മാതാവ് വണ്ടി ഓടിച്ചാൽ മതി, ഇപ്പുറത്ത് ഉണ്ണീഷോനെ എടുത്തിക്കോ. അപ്പോൾ പിന്നെ ഉണ്ണീഷോ പാസ്സാക്കി തന്നോളൂല്ലോ. 2 വീലർ ഓക്കെ ആയി. 4 വീലർ എടുത്തു. റോഡ് എടുക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്നൊരു വെപ്രാളം കൂടി എൻ്റെ മൊത്തത്തിൽ തെറ്റിപ്പോയി. സാധാരണ ഇൻസ്പെക്ടർ ഇറക്കി വിടും, പക്ഷെ എന്നോട് പറഞ്ഞു നിർത്തിയിട്ട് 1 വർഷം കൂടി എടുത്തോ, കുഴപ്പമില്ലയെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തു. ഞാൻ പാസ്സായി. അതിനും 1000 വരെ നന്ദി. പിന്നെ ഞാൻ ഈ ഫെബ്രുവരി വെച്ച് വന്ന് ഉടമ്പടി ഞാൻ പുതുക്കിയായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ പുതുക്കുന്ന നിയോഗങ്ങൾക്കുപരി എനിക്ക് മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തരുന്നത്, എനിക്കും എൻ്റെ ഫാമിലിക്കും. ദിവസം ഞാൻ രാവിലെ പള്ളിയിൽ പോകും. പള്ളിയിൽ പോകുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കും. ആ കയ്യിൽ മാതാവിൻ്റെ കയ്യിൽ എൻ്റെ കാര്യങ്ങൾ വെക്കും, ഇന്ന കാര്യങ്ങളാണെന്ന് പറയും. പക്ഷേ ഞാൻ ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും അന്ന് നടക്കേണ്ട കാര്യങ്ങളും പോലും മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിന് ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പോഴും ഒരു പ്രത്യേക സംരക്ഷണമാണ്. അതുകൊണ്ട് ഞാൻ ഈ ഫെബ്രുവരിയിൽ ഉടമ്പടി പുതുക്കിയപ്പോൾ നിയോഗങ്ങളൊന്നും വെച്ചില്ല. ജീവിതാവസാനം വരെ കുടുംബത്തോടൊപ്പം വിശുദ്ധിയിൽ ജീവിക്കാൻ മാത്രമേ ഞാൻ നിയോഗം വെച്ചോളൂ. എന്നാൽ എന്താണെന്ന് വെച്ചാൽ മാതാവ് അതിൽ ഉപരി നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ ചെയ്തു തരുന്നുണ്ട്, ഓരോ പറയാത്ത കാര്യങ്ങളും പോലും ചെയ്തു തരുന്നത്. പിന്നെ 5:30 ആദ്യമൊക്കെ ഞാൻ ഉടമ്പടി ഫസ്റ്റ് എടുത്ത സമയത്ത് 5:30 എണീക്കും, പക്ഷെ എന്നാലും ചില സമയത്തൊക്കെ വിട്ടുപോകും. പിന്നീട് 2ാമത് ഉടമ്പടി പുതുക്കിയതിന് ശേഷം തുടങ്ങി എൻ്റെ അലാറം ഓഫായി പോയാലും തന്നെ ആരോ വന്ന് എന്നെ എണീപ്പിക്കും. കറക്റ്റ് ആ 5:15 സമയത്ത് എന്നെ എണീപ്പിച്ച് എന്നെ പ്രാർത്ഥിപ്പിക്കുമായിരുന്നു മാതാവ്. പിന്നെ ഒത്തിരി എനിക്കും എൻ്റെ കുടുംബത്തിൽ ഒത്തിരി അനുഗ്രഹം തന്നിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഇവിടെ നിന്ന് പത്രം എക്സ്ട്രാ വാങ്ങിച്ച് ഞാൻ കൊണ്ടുപോയി ബസ് സ്റ്റാൻഡ്, പള്ളികൾ, പിന്നെ എല്ലാവർക്കും ഞാൻ അങ്ങനെ വിതരണം ചെയ്യുമായിരുന്നു. എനിക്ക് രോഗികളെ പോയി നോക്കാനൊന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ടും. ഓർഫണേജിലും ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി പേഷ്യൻസിന് ഞാൻ പേപ്പർ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവരോട് ഞാൻ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക ഒന്നും എനിക്ക് അങ്ങനെ സമയം കിട്ടിയിട്ടില്ല. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്നാൽ കഴിയും വിധം ഞാൻ ധനസഹായമായിട്ട് ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത ശേഷം കറക്റ്റ് ടൈമർ വെച്ചായിരുന്നു ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നത്. കറക്റ്റ് 1/2 മണിക്കൂറാകുമ്പോഴേക്കും ഞാൻ നിർത്തുമായിരുന്നു. ഉടമ്പടി പുതുക്കി ഫസ്റ്റ് പുതുക്കിയതിന് തുടങ്ങി എനിക്ക് ഈ ബൈബിൾ വായിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഞാൻ 1/2 മണിക്കൂറല്ല വായിക്കുന്നത്. ഞാൻ അച്ഛൻ പറഞ്ഞതുപോലെ 10 മിനിറ്റ് എനിക്ക് തോന്നുമ്പോൾ ഞാൻ ഈ ബൈബിൾ എടുത്ത് വായിക്കും. അത് ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ. പക്ഷേ അത് എനിക്കിപ്പോൾ പുതിയ നിയമത്തിനേക്കാളും പഴയ നിയമമാണ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് എനിക്ക് വായിക്കാനും. അപ്പോൾ ഈ ബൈബിളിനെ കുറിച്ച് ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞാൻ പറയും ബൈബിൾ വായിച്ചു തുടങ്ങി. ജീവിതം മരിക്കുന്നതിന് മുന്നേ 1 പ്രാവശ്യമെങ്കിലും ബൈബിൾ വായിക്കാൻ ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ ഞാൻ പറയാറുണ്ട്. മാതാവും ഉണ്ണീഷവും എനിക്കും എൻ്റെ കുടുംബത്തിന് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു.